ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് അവസാനിച്ചു. 5 മണിവരെയുള്ള പോളിംഗ് ശതമാനം 57.7%. 6 മണിക്കുള്ളിൽ എത്തിയവർ ഇനിയും ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമാകും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകുക. 8-നാണ് വോട്ടെണ്ണൽ. ഗൗതം ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നിരിക്കുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടി പോളിംഗ് അവസാനിച്ചു. ഇപ്പോൾ വോട്ടിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ മറ്റ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് ഓരോ ബൂത്തുകളിൽ നിന്നും. ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടിംഗ് അവസാനിക്കാനുണ്ട് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഈ 6 മണി സമയത്ത്, അതായത് വോട്ടിങ്ങിൻ്റെ സമയത്തിന് വോട്ടിംഗ് തീരുന്ന സമയത്ത് വലിയ ക്യൂ ചില ബൂത്തുകളിലൊക്കെ കാണപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ മാത്രമാണ് ഇപ്പോൾ പോളിംഗ് ശേഷിക്കുന്നത്. എന്തായാലും 57% വൈകിട്ട് 5 മണി വരെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മണിക്കൂറിൻ്റെ കണക്കുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ മുഴുവൻ വോട്ടെടുപ്പിന്റെയും രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ നടന്ന വോട്ടെടുപ്പിന്റെയും കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഒരുപക്ഷെ 62% മുകളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. 2020-ൽ 62% പേരാണ് രാജ്യതലസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 57% വോട്ടിംഗാണ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ കണക്കിലേക്ക് തന്നെയാണ് വോട്ടിംഗ് ശതമാനം എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ വോട്ടെണ്ണലിനായുള്ള കാത്തിരിപ്പാണ്. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും 2 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. നാളെയും അത് കഴിഞ്ഞുള്ള 6-7 ദിവസങ്ങൾ കഴിഞ്ഞ് 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഡൽഹിയിൽ സ്ട്രോങ് റൂം പൊട്ടിച്ച് വോട്ടെണ്ണൽ ആരംഭിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രാജ്യതലസ്ഥാനത്ത് അധികാരം പിടിക്കുവാൻ BJPയും അധികാരം നിലനിർത്തുവാൻ ആം ആദ്മി പാർട്ടിയും വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും വലിയ വിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടമാണ് രാജ്യതലസ്ഥാനത്ത് കടന്നുപോയത്. 70 മണ്ഡലങ്ങളുള്ള ഡൽഹിയിലെ എല്ലാ മണ്ഡലങ്ങളിലും തീവാർന്ന പോരാട്ടം BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ നടന്നിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ അതിശക്തമായ ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഇന്നിപ്പോൾ ഈ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുന്നത്. ഇനിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും എല്ലാം ഇനിയും 8-ാം തീയതി ആരാണ് രാജ്യ തലസ്ഥാനത്ത് ഭരണത്തിലേറുക എന്ന ഒരു വലിയ കൗതുകത്തോടു കൂടി 2 ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. രോഹിണി. ശരി ഗൗതം. വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുമ്പോൾ ഡൽഹിയിൽ BJPക്ക് സാധ്യത എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. മാട്രിക്സ് സർവേ അനുസരിച്ച് BJP 40 വരെ സീറ്റുകൾ നേടും എന്നാണ് സർവേ പറയുന്നത്. ഐസൺ ജോസിലേക്ക് പോകുന്നു. ഐസൺ, BJPക്ക് സാധ്യത കൽപ്പിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് BJPക്ക് നേട്ടമുണ്ടാക്കാനായത്, അതോടൊപ്പം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് തിരിച്ചടിയായത്? രോഹിണി, തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും തിരിച്ചടിയായത് ആ പാർട്ടിയുടെ നയവൈകല്യങ്ങളും അതുപോലെ തന്നെ നേരത്തെ നമ്മളോട് മോഹൻ വർഗീസ് പ്രതികരിച്ചതുപോലെ വലിയൊരു പ്രതിച്ഛായ വിഷയമുണ്ടായി. അതായത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അഴിമതിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്, അഴിമതി വിരുദ്ധ പാർട്ടിയാണ്. ആ അഴിമതി വിരുദ്ധ പാർട്ടി അഴിമതിക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു പരാജയം അതിലുണ്ടായി. അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം തേക്കാൻ സാധിച്ചില്ലെങ്കിൽ കൂടി രണ്ടാമത്തെ തവണ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ജയിച്ചു വരികയും ഈ ആശയം പ്രചരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തു. അതേസമയം അതേ വർഷം തന്നെ, അത് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ 5 വർഷം തന്നെ പൂർണ്ണമായും ഭരിച്ച ആദ്യ 5 വർഷം തന്നെ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്നു. റേഷൻ അഴിമതി, അത്തരത്തിലുള്ള നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ഈ അഴിമതി ആരോപണങ്ങളിൽ പലരും രാജിവെക്കേണ്ടി വരുന്നു. വലിയൊരളവോളം മന്ത്രിമാർ ജയിലിൽ പോകേണ്ട സാഹചര്യം വരുന്നു. മാത്രമല്ല മറ്റ് വ്യക്തിഗത ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ മര്യാദഘട്ട ജീവിത ശൈലികളെല്ലാം തന്നെ പുലർത്തുന്നവരാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വലിയൊരു പ്രതിച്ഛായയ്ക്ക് ആഘാതമേറ്റൊരു സാഹചര്യമുണ്ടായിരുന്നു. 2-ം ഘട്ടത്തിൽ വീണ്ടും മദ്യനയത്തിൻ്റെ അഴിമതി, അതുപോലെ തന്നെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഒരു സാഹചര്യമായി മാറി. അതിൽ പ്രധാനമായും നമുക്കറിയാവുന്നതാണ് ഇവർക്ക് വേണ്ടി പല വഴിവിട്ട നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അവരുടെ തന്നെ MPയെ ആക്രമിച്ച ഒരു സാഹചര്യം, വനിതാ MPയെ ആക്രമിച്ചൊരു സാഹചര്യം, അത്തരത്തിൽ നിരവധിയായ ജനങ്ങൾ വെറുക്കുന്ന നിരവധി സാഹചര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ തന്നെ വരുത്തിവെച്ചു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ ഈ മാറ്റത്തിനെ അടിസ്ഥാനപരമായ ഒരു ഘടകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് സിഖ് സമുദായ അംഗങ്ങൾ കൂടിയായ ജാട്ട്, ഗുജ്ജർ വിഭാഗങ്ങളിൽപ്പെട്ട മറ്റു സമുദായങ്ങളെല്ലാം തന്നെ ശക്തമായൊരു സ്വാധീനം ചെലുത്തുന്ന ഔട്ടർ ഡൽഹി എന്നൊക്കെ പറയാവുന്ന പ്രദേശങ്ങളിൽ വലിയ സ്വാധീനം അവർക്ക് ചെലുത്താൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൃത്യമായ
കൃത്യമായൊരു പ്രചരണം നടത്താൻ അവർക്ക് സാധിച്ചിരുന്നു. അവിടങ്ങളിലെല്ലാം തന്നെ വോട്ട് ഷെയറിൽ വലിയൊരു ഇടിവുണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഫലസൂചനകൾ കണ്ടാൽ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വോട്ട് ഷെയറിൽ വരുന്ന വലിയ തകർച്ചകൾ, വോട്ട് ഷെയറിലുണ്ടാകുന്ന വലിയ തകർച്ചകൾ എന്ത് സംഭവം കൊണ്ടാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനകൾ ഇനിയും വേണ്ടിവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാവുന്നതാണ്, ഏത് തെരഞ്ഞെടുപ്പ് ഫലം അന്വേഷിക്കുമ്പോഴും അത് നിരീക്ഷിക്കുമ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും സങ്കീർണമായൊരു സാഹചര്യം 32 മുതൽ 37 സീറ്റുകൾ വരെയാണ് മാട്രിക്സ് സർവേ ആം ആദ്മി പാർട്ടിക്ക് കൽപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആദ്യഘട്ടത്തിൽ 67 അതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ 2 നിയമസഭകളിലും ജയിച്ചു വന്നൊരു പാർട്ടിയുടെ അവസ്ഥയാണ്. അതൊരു മൂല്യച്യുതിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഗുണനിലവാര തകർച്ചയുടെ തന്നെ ഭാഗമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്താണ് കൃത്യമായും പ്രധാനമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ രാജ്യത്തെ 3 തവണ നയിക്കാൻ നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി ഉൾപ്പെടെ കൃത്യമായ ഒരു ആശയാദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും കൃത്യമായ സ്ഥാനാർത്ഥി നിർണ്ണയം, അത്തരത്തിൽ എല്ലാ ഘടകങ്ങളും ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം തന്നെ ചേർത്ത് കൃത്യമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കാനും അത് കൃത്യമായി അവതരിപ്പിക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചരണം നടത്താനും BJPക്ക് സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സത്യാവസ്ഥകൾ വിളിച്ചു പറയുമ്പോൾ തന്നെ BJPക്ക് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ നേട്ടം കൊയ്യാനായി, മാത്രമല്ല ആശയങ്ങളുടെ അല്ലെങ്കിൽ ഒരു പുതിയ ഭരണ സംസ്കാരത്തിൻ്റെ രീതികളെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ നേരിട്ട് കാണാൻ സാധിച്ച ഒരു സാഹചര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ഇതെല്ലാം ചേർന്ന് വന്നപ്പോഴാണ് BJP കൃത്യമായൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നതിൽ ഏറ്റവും കുറഞ്ഞ ഫലം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പോലും 35 മുതൽ 40 വരെ സീറ്റുകൾ, അതായത് കേവല ഭൂരിപക്ഷം, അതായത് 70 സീറ്റുകളാണ്, 36 സീറ്റുകൾ നേടിയാൽ കേവല ഭൂരിപക്ഷമായി മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമായി. ആ ഭൂരിപക്ഷത്തിൽ നിന്നും 4 സീറ്റുകൾ ഏറ്റവും കുറഞ്ഞ മാട്രിക്സ് സർവേയിൽ പറയുന്ന ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പോലും 40 ആകും, അല്ലെങ്കിൽ 4-5 MLA-മാരുടെ ഭൂരിപക്ഷത്തിലുണ്ടാകും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആം ആദ്മി പാർട്ടി 32 മുതൽ 37 വരെയാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് 32 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമില്ല. അതുതന്നെ ആ ഒരു പ്രശ്നം തന്നെ നമുക്ക് വായിച്ചെടുത്താൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തുന്ന പ്രശ്നമേ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് കോൺഗ്രസിൻ്റെ പതനമാണ്. 6.5% മുതൽ 8% വരെ മാത്രം വോട്ടുകൾ നേടാനുള്ളൊരു സാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഡൽഹിയിലുള്ളൂ എന്ന് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകളെല്ലാം തന്നെ കൃത്യമായി നിർവചിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹിയിലെ സാന്നിധ്യം അസ്തമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. 8% വോട്ട് ഷെയർ എന്നൊക്കെ ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടിയെക്കുറിച്ച് 8% മാത്രം വോട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, വോട്ടുകൾ നേടാൻ സാധിക്കുന്ന സാഹചര്യം മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ തകർച്ചയും പ്രധാനമായും എടുത്ത് പറയേണ്ടതുണ്ട്. ഡൽഹിയിൽ BJPക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. മാട്രിക്സ് സർവേ അനുസരിച്ച് BJP 40 വരെ സീറ്റുകൾ നേടുമെന്ന് സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ BJPക്ക് വലിയ മുന്നേറ്റമാണ് ഡൽഹിയിൽ ഉണ്ടാവുക എന്ന് സർവേ ഫലങ്ങൾ പറയുന്ന സാഹചര്യം. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം മദ്യനയ അഴിമതിയിൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ, ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ AP വളരെ ചെറിയൊരു പ്രകടനം മാത്രമേ അവിടെ കാഴ്ചവെക്കുകയുള്ളൂ. APക്ക് ഒരു തിരിച്ചുവരവ് അവിടെ സാധ്യമാകുന്നില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കാരണം അവസാനത്തെ യമുന നദിയുമായി ബന്ധപ്പെട്ടുള്ള കെജ്രിവാളിന്റെ പരാമർശങ്ങൾ ഉൾപ്പെടെ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നതിനപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഈ നിലപാടുണ്ട് എന്ന് ഡൽഹിയിലെ ആ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം നിരീക്ഷിച്ച മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നിരീക്ഷിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയ സാധാരണ പ്രവർത്തകർക്ക് പോലും തിരിച്ചറിയാവുന്ന സാഹചര്യമുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് പ്രധാനമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ വാഗ്ദാന ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അരവിന്ദ് കെജ്രിവാൾ നൽകിയ വാഗ്ദാനങ്ങൾ അനുസരിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാനമായ വാഗ്ദാനം എല്ലാവർക്കും കുടിവെള്ളം സൗജന്യമായി എത്തിക്കുക, അത് ഡൽഹിയിലെ യമുനയെ ശുദ്ധീകരിക്കുക, അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളെല്ലാമാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷേ ഡൽഹിയിൽ മാലിന്യം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ മാലിന്യം നിറഞ്ഞ സാഹചര്യം മുഴുവൻ വാർത്തകളായി പ്രചരിക്കുകയും നമുക്കറിയാവുന്നതാണ്. ഈ കടുത്ത മഞ്ഞിൻ്റെ കാലത്ത് ഈ ഹിമപാളികൾ പോലെ രാസനുരകളെല്ലാം തന്നെ ഈ യമുനയിലെ വെള്ളത്തിൽ കലർന്നൊരു സാഹചര്യമുണ്ടായി. യമുനയുടെ വെള്ളത്തിലെ ദുർഗന്ധം തന്നെ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു നദിയായി യമുനയെ നശിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ യമുന എന്നൊക്കെ പറയുന്നത് സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായൊരു നദിയാണ്. എല്ലാ നദികളെയും പോലെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായ ആ നദി നശിപ്പിക്കപ്പെട്ടു, അത് ശുചീകരിക്കപ്പെട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലായ ഒരു വസ്തുതയാണ് ആം ആദ്മി പാർട്ടിയുടെ ഇത്തരം അവകാശവാദങ്ങളെല്ലാം തന്നെ പൊള്ളയാണ് എന്നൊരു യാഥാർത്ഥ്യം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാന
വിഷം കലർത്തുന്നു എന്ന രീതിയിലുള്ള, അത് മാധ്യമങ്ങളിൽ പോലും പറയാനോ പരാമർശിക്കാനോ സാധിക്കാത്തത്രയും ഭീതിജനകമായ രീതിയിലുള്ള ചില പ്രസ്താവനകളെല്ലാം തന്നെ കേജ്രിവാളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുണ്ടാകുന്ന പ്രസ്താവനയ്ക്ക് മറുപടിയായി നായബ് സിംഗ് സൈനിയൊക്കെ അവിടെ ചെന്ന് ആ വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിക്കുന്ന ദൃശ്യങ്ങൾ പോലും കാണുമ്പോൾ നമുക്കറിയാവുന്നതാണ് എത്ര കണ്ട് ഭരണം ലഭിക്കുക അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി എത്ര കണ്ട് തരം താഴാൻ കേജ്രിവാളിന് സാധിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായാണ് ആ ആരോപണത്തെ ഡൽഹിയിലെ ജനത നോക്കിക്കണ്ടത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും പലവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അഭിസംബോധന ചെയ്യുകയും അതെല്ലാം തന്നെ പരിഹരിക്കുകയും ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടി വലിയ തോതിൽ പ്രഖ്യാപിക്കുക എന്ന ഒരു സാഹചര്യമുണ്ടായി. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി തന്നെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അഴിമതിയില്ലാത്തൊരു ജീവിതാന്തരീക്ഷം അല്ലെങ്കിൽ അഴിമതിയില്ലാത്തൊരു രാഷ്ട്രീയ അന്തരീക്ഷം രാജ്യത്ത് കൊണ്ടുവരിക എന്നൊരു ആശയത്തിൻ്റെ പിന്നാലെയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ തീർത്തും അനഭിമതരായി മാറിയ ആം ആദ്മി പ്രവർത്തകർ. അത് പലതരത്തിലും അവരുടെ വ്യക്തിഗത ജീവിതത്തിലെ താളപ്പിഴകളെല്ലാം തന്നെ അവിടെ നിന്ന് ആരംഭിക്കുന്നു. വ്യക്തിഗത ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലും സ്വാഭാവികമായും രാഷ്ട്രീയ ജീവിതത്തിലെ അഴിമതികളും ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ 10 വർഷത്തെ ഭരണത്തിനിടെ, അതായത് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയ ആ ദിവസം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ 10 വർഷത്തിനിടെ വരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ആം ആദ്മി പാർട്ടി നേരിട്ടിരുന്നു. അത് റേഷൻ അഴിമതിയായിരുന്നു ഒരു കാലത്ത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ അഴിമതികൾ കേൾക്കുന്നു. മദ്യനയ അഴിമതികൾ കേൾക്കുന്നു. അത്തരത്തിൽ മദ്യനയ അഴിമതി നടത്തി വൻതോതിൽ പണം സമ്പാദിച്ചു എന്ന് കേൾക്കുന്നു. അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നു, അറസ്റ്റുകൾ ഉണ്ടാകുന്നു, കേജ്രിവാൾ തന്നെ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തു തന്നെയായാലും ഭാരതം പോലുള്ള നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ എത്ര കണ്ട് നിഷേധിച്ചാലും അതൊരു സത്യമായി മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് എല്ലാം തന്നെ ഡൽഹിയിലെ ജനത തിരിച്ചറിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ ആ ഒരു പ്രതികരണം വളരെ കൃത്യമായി കാണാനൊന്നും നമുക്ക് സാധിച്ചിരുന്നു. ശരി, ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, നമുക്കറിയാം 6 സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ പറയുന്നത്. BJPക്ക് വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. AAPക്ക് വളരെ ചെറിയ സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുമെന്നും കോൺഗ്രസിന് സീറ്റേ കിട്ടില്ല എന്ന് പറയുന്ന സർവേ ഫലങ്ങളും പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPയുടെ നില എങ്ങനെയാണ്? ദേവിക, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതുവരെ വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് രാജ്യതലസ്ഥാനത്ത് മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഓരോ എക്സിറ്റ് പോളുകളുടെയും വിശദമായ കണക്കുകൾ ഐസൺ വിശദീകരിച്ചിരുന്നു. മാട്രിമൈസും അതോടൊപ്പം തന്നെ JVC, പീപ്പിൾ ഇൻസൈറ്റ്, ചാണക്യ, പീപ്പിൾസ് പൾസ്, PMark ഈ പ്രധാനപ്പെട്ട സർവേകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഡൽഹിയിൽ BJP 40-ന് മുകളിൽ അല്ലെങ്കിൽ 35-നും 45-നും ഇടയിലൊക്കെ സീറ്റ് നേടി 70-അംഗ ഡൽഹി നിയമസഭയിൽ ഒരു വ്യക്തമായ മേധാവിത്വം നേടുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രപരമായ വിജയം അടുത്തിടെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നേടിയതിന് സമാനമായ ഒരു വലിയ ഐതിഹാസികമായ വിജയത്തിലേക്ക് ഡൽഹിയിലും BJP കടക്കുന്നു എന്നതിൻ്റെ സൂചന ഇപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകുകയാണ്. നിലവിലെ സാഹചര്യം നമുക്കറിയാം. ഡൽഹി BJP ഏതാണ്ട് 27 വർഷമായി അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും BJP തരംഗം ആഞ്ഞടിക്കുന്ന ഈ ഘട്ടത്തിലും ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. 2014-ലും 2019-ലും 2024-ലും ഒക്കെ ഡൽഹിയിലെ ആകെ 7 ലോക്സഭാ സീറ്റിലും BJP വിജയിക്കുമ്പോഴും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരു ബാലികേറാമലയായി BJPക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. 1998-ന് ശേഷം പിന്നീട് ഡൽഹി നിയമസഭയിൽ അപ്രമാദിത്വം നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. 2013-ൽ ജനങ്ങൾ BJPക്ക് ഒരു അവസരം നൽകി. 31 സീറ്റുകൾ നേടിയ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് BJP ആണ്. പക്ഷേ അന്നത്തെ ആ ജനാധിപത്യ വോട്ട് വിധിയെ അട്ടിമറിച്ചത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിരുന്നു. 31 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ജനങ്ങൾ BJPക്ക് 2013-ൽ അവസരം നൽകിയെങ്കിലും അന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യം ചേർന്നുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തി. അങ്ങനെയാണ് ആം ആദ്മി സർക്കാർ ആദ്യമായി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. കോൺഗ്രസുമായി താൻ മരിച്ചാൽ പോലും സഖ്യമുണ്ടാക്കില്ല, അത് ആത്മഹത്യാപരമാകുമെന്ന് പ്രഖ്യാപിച്ച കേജ്രിവാൾ BJP അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ താൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളെല്ലാം അതേപടി വിഴുങ്ങിക്കൊണ്ട് 2013-ൽ കോൺഗ്രസുമായി ചേർന്ന് ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ചു. അങ്ങനെ 2013-ൽ BJPക്ക് ഒരു അവസരം ജനങ്ങൾ നൽകിയെങ്കിലും അത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അത് അട്ടിമറിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പക്ഷേ 2015-ലും 2020-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. 2015-ൽ കേവലം 3 സീറ്റിൽ മാത്രമാണ് BJP വിജയിച്ചത്. അത് ഡൽഹിയുടെ ചരിത്രത്തിലെ തന്നെ BJPയുടെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു 2015-ൽ. പിന്നീട് 2020-ലേക്ക് എത്തുമ്പോൾ ആ 3 എന്നത് 8 സീറ്റായി വർദ്ധിച്ചു. അപ്പോഴും ഒരു 10 സീറ്റിലേക്ക് പോലും BJP
BJP കടന്നില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കുന്ന ഘട്ടം മുതൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയുള്ള വളരെ തന്ത്രപരമായ നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ആം ആദ്മി സർക്കാരിനെയും അരവിന്ദ് കെജ്രിവാളിനെയും എല്ലാം തുറന്നു കാണിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ എന്താണ് എന്ന് രാജ്യ തലസ്ഥാനത്തെ ജനങ്ങളെ വീടുകൾ കയറി ഇറങ്ങി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു പ്രചരണമാണ് BJP ഡൽഹിയിൽ കഴിഞ്ഞ ഏതാനും പകലുകളിൽ നടത്തിയിരുന്നത്. അതിന്റെ ഒരു ഫലമായിരിക്കാം ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എല്ലാ എക്സിറ്റ് പോളുകളും ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഇപ്പോൾ BJPക്ക് ഒരു തിരിച്ചുവരവ് 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ BJP അപ്രമാദിത്വം ഉണ്ടാക്കുമെന്ന് ഒരുപോലെ വിരൽ ചൂണ്ടുകയാണ്. എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആം ആദ്മി ക്യാമ്പിന് വലിയ ഭീഷണിയാകുന്നു, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ പകൽ വോട്ടെടുപ്പ് ഏതാണ്ട് ഉച്ചയോടായപ്പോൾ തന്നെ ആം ആദ്മി ക്യാമ്പുകളിലൊക്കെ ഒരു പരിഭ്രാന്തി നമുക്ക് കാണാമായിരുന്നു. അവർ പല രീതിയിലുള്ള ആരോപണങ്ങൾ, അതായത് ഈ വോട്ടെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പലപ്പോഴായി ഉയർത്തി തുടങ്ങിയിരുന്നു. സാധാരണയായി നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ പരാജയം അടുക്കുന്ന ഘട്ടത്തിൽ പല പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന ആരോപണങ്ങളുണ്ട്. അതിലൊന്ന് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള ആരോപണമാണ്. 2 അധികാരം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന പ്രചരണങ്ങൾ നടത്താറുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി ആം ആദ്മി കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി AAPക്ക് തിരിച്ചടിയാവുകയാണ്. BJP നേതാവ് വി മുരളീധരൻ ചേരുന്നുണ്ട്. ശ്രീ വി മുരളീധരൻ, ഇപ്പോൾ പുറത്തു വന്ന 7 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 6ഉം BJPക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വലിയൊരു മുന്നേറ്റം തന്നെ, ചെറിയ മുന്നേറ്റമല്ല. 60 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് BJPക്ക് എന്ന് പറയുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് നിരാശാജനകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരിക്കുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന് 1 സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയുന്ന ഫലങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അത്ഭുതമില്ല. ഒന്ന്, കോൺഗ്രസിനെ ഡൽഹിയിലെ ജനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തിരസ്കരിച്ചിരിക്കുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും. മാത്രമല്ല, കോൺഗ്രസിന്റെ ഇന്നത്തെ നേതൃത്വം, ആ നേതൃത്വത്തിന് സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ ക്ഷേമത്തിൽ ഒരു താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആം ആദ്മി പാർട്ടി ഇത്രയും കാലം ജനങ്ങളെ കബളിപ്പിക്കുകയും അവർ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാകുന്ന കാര്യം വരുമ്പോൾ അതുമായിട്ട് അവരുടെ പ്രഖ്യാപനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഭരണത്തിൽ വന്ന് സ്വന്തം ആഡംബരപൂർണമായിട്ടുള്ള സ്വന്തം ജീവിതം, അതാണ് ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജനങ്ങളുടെ ഈ തിരിച്ചറിവ് പ്രകടമാക്കുന്ന ഒരു ഫലമായിരിക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അത് എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അലയടിക്കുന്നു എന്നുകൂടി ഈ ഒരു ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഈ മദ്യനയ അഴിമതി ഉൾപ്പെടെ അവസാനത്തെ യമുന നദിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരെ കേജ്രിവാളിനെ വലിയ വെട്ടിലാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങളിൽ അത്രത്തോളം ഒരു വിരോധം AP സർക്കാരിനോട് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും കാലം പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഭരണത്തിൽ വരികയും അതേസമയം സ്വന്തം പാർട്ടിയുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആ ശ്രമങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആ മദ്യനയ തട്ടിപ്പിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള ഒരാളാണ് ഇപ്പൊ പാലക്കാട് ഈ ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേജ്രിവാൾ പിണറായി ധാരണ അവിടുത്തെ അഴിമതിക്കാർക്കെതിരായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ നടത്തിയിരിക്കുന്ന വിധിയെഴുത്ത്, ആ വിധിയെഴുത്ത് വരും ദിവസങ്ങളിൽ കേരളത്തിലും കൂടി നടക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.